നമ്മുടെ ഇവിടെ നാട്ടിൽ കാണുന്ന വീഡിയോ മോനെ ഇത്രയൊന്നും പറയട്ടെ. പുള്ളി ലൈറ്റ് ഇട്ട കാണുള്ളൂ എന്നൊക്കെ എൻ്റെ മാതിരി വെളുപ്പില്ലല്ലോ. അതായത് ബാക്കിൽ നിശാന്തം കൂടി ഇരിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവരെ ശ്രദ്ധയ്ക്ക് ലൈറ്റ് ഒന്നുകൂടി കളർ കിട്ടും. ഒന്ന് ചിരിച്ചാലടാ, ഒരു മഞ്ഞ കളർ പല്ലാക്കത്തില്. നമ്മൾ ദുബായിലെ കരാമയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ട ആവേശമായ സൂരജ് താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് ഉള്ള യാത്രാമധ്യയാണ്. യാത്രാമധ്യേ സുരേഷ് അവന്റെ വിലയിൽ ഇറങ്ങുന്നതാണ്. ഇല്ലാന്ന് എടുത്ത് പറയട്ടെ. അതെ, സുരേഷ് അവന്റെ വലിയ വില്ലയിൽ അവന് കിട്ടിയ 1 ലക്ഷം രൂപയുടെ കേരള സാഹിത്യ അക്കാദമി കൊണ്ട് അവാർഡ് കൊണ്ട് വാങ്ങിയ വലിയ വില്ലയിൽ ചിറകൊടിഞ്ഞ അവൾ എഴുതിയിട്ട് വാങ്ങി. അതിലാണ് അവൻ താമസിക്കുന്നത്. ദുബായിലെ ഏറ്റവും പോഷ് ഏരിയ ആയിട്ടുള്ള കരാമ എന്ന സ്ഥലത്താണ് അവൻ താമസിക്കുന്നത്. ദുബായിൽ 2 മലയാളികളാണ് വില്ലയിൽ താമസിക്കുന്നത്. ഒന്ന് MA യൂസഫ് അലി, പിന്നെ സുരേഷ്. അതെ, MA യൂസഫ് അലി കൂടുതൽ 1000 പേരുണ്ടെന്ന്. ചെറുത് അതൊക്കെ ചെറുത് ഇല്ല, നമ്മുടെ പാവം. ഷാക്കിർ പിന്നെ തെറ്റിദ്ധരിക്കണ്ട, ടാക്സി ഡ്രൈവർ അല്ല. അവൻ്റെ അമ്മായിയപ്പം വാങ്ങിയിട്ട് കൊടുത്ത ഇന്നോവയിലാണ് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് തോന്നുന്നു. നാളെ അനക്ക് പുറത്തേക്ക് ഇറങ്ങണല്ലേ? അടുത്തുള്ളൂ. അതെ, എന്നെ പൊക്കി പറയാം. ഷാക്കിർ നമ്മൾ കരുതിയത് പോലെയല്ല. നാട്ടിൽ വിവരമൊന്നും ഇല്ലെങ്കിലും ഇവിടെ ഭയങ്കര സെറ്റപ്പാണ്, ഭയങ്കര സ്ഥിതിയിലാണ്. ഇവൻ താമസിക്കുന്ന റൂമിന് തൊട്ടടുത്താണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ ഇവൻ താമസിക്കുന്ന അതിന് വളരെ തൊട്ടടുത്താണ്. ഇവന്റെ ഓഫീസ് നോക്കിയ ബുർജ് ഖലീഫ കാണാം. അതെ, ഇന്നത്തെ സായാഹ്നം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സഞ്ചാരത്തിന്റെ അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ കാണുന്നതാണ്. അല്ല, നമുക്ക് അതുവരെ സൂരജിന്റെ വീട് വരെ കഴിക്കാല്ലേ? അത് കളിക്കൂല, കുറെ നേരം പിടിക്കും. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ പേരെന്താണ് ഷാക്കിറെ? കരാമ. പഞ്ചായത്ത് റോഡ്, ഷെയ്ഖ് റാഷിദ് റോഡ്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാവട്ടത്ത് BJP ജയിക്കുകയാണെങ്കിൽ സുരേഷിന്റെ വീടിന് മുന്നിൽ കൂടി ഇതുപോലെ റോഡ് വേണം എന്നാണ് അവൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അവൻ 1 ഇഞ്ച് സ്ഥലം വിടില്ല. മുഴുവൻ സ്ഥലവും ഓപ്പോസിറ്റ് വീട്ടുകാരെ നടക്കണം. ഞങ്ങളുടെ 1 ഏക്കർ സ്ഥലത്തിൽ നിങ്ങൾ റോഡിന് 4 സൈഡും കൊണ്ടുപോയിരുന്നു. ഈ സനക്കാർ സ്ഥലം വിടാത്തോണ്ട് ഇവിടെ റോഡ് വികസനമില്ല. ഇവിടെ ഇപ്പൊ എങ്ങനെയാ, ഇവിടെ റോഡ് വെട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ഷെയ്ക്ക് സംസാരിക്കും 2 കൂട്ടരും. നിങ്ങൾ 1 മീറ്റർ വിട്ട 1 മീറ്റർ. അങ്ങനെയാണോ ഷാക്കിറെ? അങ്ങനെയല്ല, 2 വീട്ടും വിട്ടില്ലെങ്കിൽ വീട്ടിൽ പോയിക്കോളെ. അപ്പൊ വിസ ക്യാൻസൽ ചെയ്യും. ഇവിടെ അടിമകളാണ് ഞങ്ങളൊക്കെ, പ്രവാസികളുടെ കഷ്ടപ്പാട്. ഇവിടെ നമ്മുടെ ഒപ്പം നമ്മുടെ ചെത്തലൂരിലെ പ്രിയപ്പെട്ട യുവ കോമളൻ നിശാന്ത് ഉണ്ട്. ഇവിടെ അവൻ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഇടങ്കൈയാണ്. ഇവിടെ എല്ലാം ഇടത്തോട്ടാണല്ലോ. അടുത്താണ് വന്നതെങ്കിലും അറബി, ബംഗാളി, ഹിന്ദി, ഉറുദു തുടങ്ങി 10-15 ഭാഷകൾ അവൻ സ്വായത്തമാക്കിയിട്ടുണ്ട്. പക്ഷെ പറയൊന്നുമില്ല, എഴുതൂല്ല. ആംഗ്യത്തിലൂടെ ആംഗ്യം മാത്രം കാണിക്കും. നാളെ രാവിലെ അവൻ പങ്കെടുക്കുന്ന ഇന്റർവ്യൂകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ 942 ഇന്റർവ്യൂ ആവും. ലോക റെക്കോർഡ് സ്ഥാപിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. എടുക്കണ വേണ്ടി നാളെ വല്ല പാകിസ്ഥാനികളോ നമ്മൾ നിന്ന് തല്ല് വാങ്ങണ്ടേ. ഷെയ്ഖ് ഖാലിഫ ബിൻ സായിദ് റോഡ് എന്നാണ് കാണുന്നത്. ഷെയ്ഖ് റാഷിദ് അപ്പുറത്ത് റോഡ് വേറെ റോഡാണെന്ന് തോന്നുന്നു. ഇത് ഷെയ്ഖ് റാഷിദ് റോഡ്. സുരേഷ് പണ്ട് അവനെ സംഘഗാനത്തിന് കൂട്ടാത്ത ദേഷ്യത്തിന് ഇപ്പൊ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമുള്ള എല്ലാ സംഘഗാനത്തും അവൻ ഒറ്റയ്ക്ക് പാടിക്കൊണ്ട്. അല്ലല്ല, സംഘഗാനത്തിന് അവസാനം അവനെ കൂട്ടി. പക്ഷെ ഒറ്റ ഡിമാൻഡാണ്, അവൻ പാടുന്ന ആക്ഷൻ കാണിച്ചാൽ മതി, ലാലിസം പോലെ. അങ്ങനെ അവനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. പണ്ട് ലീവ് പോകുമ്പോഴേ ഇതൊക്കെ സഹിക്കേണ്ടിയത്. ഇപ്പൊ ദുബായിക്ക് കയറി സൂരജ് ഇങ്ങോട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാശ് ലാവിഷായി വലിച്ചെറിയുന്ന മൂത്താനാവും മാത്രമേ ഉള്ളൂ.
പക്ഷെ അങ്ങനെയല്ല. ഒരു കോഴി ഒറ്റയ്ക്ക് ഒരു അംശം പോലും അവനില്ല. അവൻ അങ്ങനത്തെ നമ്മുടെ സുരേഷിന്റെ വില്ലയുടെ വാതിലെത്തിയിരിക്കുകയാണ്. അതിന് ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിരിക്കരുത്. ഇത് കോട്ടയം അയ്യപ്പാസ് പോലെയാണ്, ഉള്ളിൽ വിശാലമായ ഷോറൂമാണ്. ഒരു മിനിറ്റ്. ഹായ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. ചെത്തല്ലൂരിന് ഒരു ഉമ്മ കൊടുക്കൂ. ഓക്കെ ഓക്കെടാ. അവന് ഗേറ്റ് തുറക്കാൻ ആളുണ്ട് എന്നൊന്നും കരുതണ്ട. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ എത്ര നേരം പറഞ്ഞൊക്കെ വണ്ടിയിൽ ഉണ്ടാവുകൊണ്ടാണ് ഇതൊക്കെ വെറുതെ. ബൈ. അപ്പോൾ സഞ്ചാരത്തിന്റെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു.